ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും വളരെ വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് US ഫെഡ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഗോൾഡ്, സിൽവർ ഈ കമ്മോഡിറ്റികളെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആണ്. അതേസമയം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വീണ്ടും വഷളാവാണ്. ഇറാൻ സൗദി അറേബ്യയിലും UAEയിലും ഖത്തറിലുള്ള ഓയിൽ ഫീൽഡുകളെയും അതുപോലെ തന്നെ ഗ്യാസ് സൈറ്റുകളെയൊക്കെ ആക്രമിക്കും എന്ന തരത്തിലുള്ള വാർണിംഗ് ഇന്നലെ നൽകിയിരുന്നു. അതിനുശേഷം അവർ ഖത്തറിലത്തെ റാസ് ലഫാൻ സൈറ്റ് ആക്രമിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് വേൾഡിലത്തെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റ് ഉള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് ഗ്ലോബലി എല്ലാ രാജ്യങ്ങൾക്കും നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വീക്കായിട്ടുള്ളൊരു സെന്റിമെന്റ് ആണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ വീണ്ടും തടസ്സപ്പെട്ടുകൊണ്ട് സപ്ലൈ തടസ്സപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്കിന്ന് മാർക്കറ്റിൽ കാണാം. ഇന്നലെ അമേരിക്കയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. സാൻഡിസ്ക്, പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ്ഡ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന ഈ സ്റ്റോക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോൺ, റാം സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. മൈക്രോണും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ അവേഴ്സിൽ മൈക്രോണിന്റെ സ്റ്റോക്ക് അറൌണ്ട് 5% താഴെയാണ്. അവരുടെ ക്വാർട്ടറിൽ റിസൾട്ട് വന്നിരുന്നു, പക്ഷെ ഗൈഡൻസ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. എന്നിരുന്നാലും മൈക്രോണും സാൻഡിസ്കും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീ ഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്നലെ അമേരിക്കയിൽ വലിയ രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു സ്റ്റോക്ക് സ്വാമർ എന്ന് പറയുന്ന പുതിയ ഒരു IPO സ്റ്റോക്കാണ്. 2 ദിവസം മുമ്പാണ് IPO ലിസ്റ്റ് ചെയ്തിരുന്നത്. $5 പെർ ഷെയർ ആയിരുന്നു IPO ഓഫർ. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന $64 പെർ ഷെയർ ആണ്. ഈ കമ്പനി ഡ്രോണുകൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ് സപ്ലൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡ്രോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഡ്രോൺ റിലേറ്റഡ് ടെക്നോളജിക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ ഡിമാൻഡ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ സെൻ ടെക്നോളജീസ്, പാരാസ് ഡിഫൻസ്, അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീസ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ ഉണ്ടായേക്കാം. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുള്ളവരൊക്കെ ബയ്യും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ NVIDIAയുടെ ടാർഗറ്റ് പ്രൈസ് ഓൾമോസ്റ്റ് എല്ലാ അനലിസ്റ്റുകളും ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. $300 പെർ ഷെയർ വരെയൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് NVIDIAനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ US ഫെഡിന്റെ ഡിസിഷന് ശേഷം ഗോൾഡ് പ്രൈസ് താഴെ വന്നിരുന്നു. $4,803 പെർ ഔൺസ് വരെയൊക്കെ ഇന്നലെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,840 പെർ ഔൺസ് ആണ്. സിൽവർ പ്രൈസ് $74.86 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $75 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാന്റെ ത്രെട്ടനിങ് മെസ്സേജ് വന്നതിന് ശേഷം ബ്രെന്റ് ക്രൂഡ് ഓയിലും വലിയ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $112 പെർ ബാരലിനാണ്. നാച്ചുറൽ ഗ്യാസും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ രൂപ ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും വീണ്ടും പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എത്രത്തോളം അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. GR ഇൻഫ്ര 2,441 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാരി എനർജിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്. ഇന്ത്യ ഗവൺമെന്റ് 2028 മുതൽ സോളാർ ഇൻഗോട്ട്സ്, വേഫർ ചിപ്പുകളൊക്കെ സോഴ്സ് ചെയ്യുന്നത് ലോക്കലി മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വാരി എനർജിക്കാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. 2 വർഷത്തിനുള്ള കമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി വാരി എനർജിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ വാരി റിന്യൂവബിൾ ടെക്നോളജീസ്, വാരി ടെക്നോളജീസ് ലിമിറ്റഡ്, വാരി ഇൻഡോ സോളാർ ലിമിറ്റഡ് ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ബൈയിങ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് സോളാർ രംഗത്ത് ഈ കമ്പനികളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ സോളാർ ഇൻഡസ്ട്രീസ് റീസെൻ്റായിട്ട് റോബോട്ടിക്സ് ഡ്രോൺ മാനുഫാക്ചറിങ്ങിലേക്കൊക്കെ അവർ സബ്സിഡറി എൻട്രി ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് റിയാക്ഷനോടൊപ്പം താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഡിഫൻസ് രംഗത്തുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് മാർക്കറ്റ് താഴെ വരുമ്പോൾ. ഒപ്പം 5500 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. HDFC ബാങ്കിൻ്റെ പാർട്ട് ടൈം ചെയർമാൻ റിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് KK മിസ്ട്രി പാർട്ട് ടൈം ചെയർമാനായിട്ട് ചാർജ് എടുക്കുകയാണ്. മോറൽ ഗ്രൗണ്ടിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒരുപക്ഷെ HDFC ബാങ്ക് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തന്നെയാണ് ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെ അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റുകളൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് സൗത്ത് കൊറിയ, ചൈന, ജപ്പാൻ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ നെഗറ്റീവാണ്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ കൂടെ ക്രൂഡ് ഓയിൽ ഷിപ്പുകൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. ഓൾറെഡി ഇത്തരത്തിലുള്ള ന്യൂസ് ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഫർദർ എസ്കലേഷൻ തീർച്ചയായിട്ടും മാർക്കറ്റുകളെ വളരെ നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ സോളാർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, പവർ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, ഒപ്പം കോൾ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം കോളാണ് മേജറായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ട് പവർ ജനറേഷനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറ്. പക്ഷേ LNG വന്നതോടുകൂടി കോളിനൊക്കെ റീപ്ലേസ് ചെയ്തിരുന്നു. വീണ്ടും LNGയുടെ സപ്ലൈ കുറയുകയാണെങ്കിൽ കോളിൻ്റെ ഡിമാൻഡ് കൂട്ടാണ്. കോൾ ഇന്ത്യനെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ക്ലോസ്ലി ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ UAE, ഖത്തർ, സൗദി അറേബ്യ രാജ്യങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട്. ആ ന്യൂസുകളും വാച്ച് ചെയ്തുകൊണ്ട് ഒരു വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. Thank you.